ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം വിശേഷത്തിലേക്ക് കിടക്കാണ്. അങ്ങനെ നമ്മുടെ വർഷയും ആ ഒരു സത്യം അറിഞ്ഞിരിക്കുകയാണ്. ശ്രുതിക്ക് നേരത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ശ്രുതി നേരത്തെ കൺസീവ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സത്യം അറിഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് വർഷ. എന്റെ പൊന്നു രേവതി ചേച്ചി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു വർഷം. പക്ഷെ എന്ത് ചെയ്യാനാണ്, വിശ്വസിച്ചല്ലേ പറ്റൂ. ഒരിക്കലും ഒരു ഡോക്ടറെ അടുത്ത് ആരും അങ്ങനെ കള്ളം പോയി പറയില്ലല്ലോ. മാത്രമല്ല ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അയ്യോ ഇത് വല്ലാത്ത ചതിയായി പോയി, നമ്മുടെ കുടുംബത്തിനെ ചതിച്ചില്ലേ, എങ്കിൽ പിന്നെ ഇത് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും. ദൈവമേ, എന്റെ പൊന്നു വർഷേ, നീ ഒന്നും പോയി പറഞ്ഞേക്കരുത്. നീ പറയുന്ന എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത്. ഞാൻ ആരോടും പറയാതെ കൊണ്ടു നടന്നത് അതുകൊണ്ടാ. അല്ല ചേച്ചി, ഇത് ആരോടും പറയാതെ മൂടി വെച്ചിട്ട് എന്ത് കിട്ടാനാ, നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇതൊക്കെ ആരോടെങ്കിലും പറയണം ചേച്ചി, പറയാതിരുന്ന ശരിയാവത്തില്ല, പറഞ്ഞേ പറ്റൂ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, വേണ്ട വേണ്ട മോളെ, പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും വർഷം ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക്. വർഷയാണെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വർഷയുടെ കിളി പോയി. ആദ്യം നമ്മുടെ രേവതിയുടെ കിളിയാ പോയതെങ്കിൽ ഇപ്പം വർഷയുടെ കിളി പോയി. വർഷ ഇങ്ങനെ കിളി വാറി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണുണ്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട്, എന്താ വർഷ, എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്തെ, ഞാന് ഒരു കാര്യം അറിഞ്ഞു, അത് നീ ആരോടും പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്ത് കാര്യം നീ അറിഞ്ഞത്? ഒരു കാര്യമാണ് ഞാൻ അറിഞ്ഞത്. അത് പറയുന്നത് എങ്ങനെയാ, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് വലിയ പ്രശ്നമാകും. എന്നോട് രേവതിയടുത്തിയാ പറഞ്ഞത്. രേവതിയടുത്തിയാ പറഞ്ഞതെങ്കിൽ ഓക്കെ, അത് നല്ല എന്താ പറയാ, അത് തെറ്റായ ഇൻഫർമേഷൻ ഒന്നും അല്ല. എന്താ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അത് പിന്നെ നമ്മുടെ ശ്രുതിയടുത്തി ഒന്ന് കൺസീവ് ആയെന്ന്. ശ്രുതിയടുത്തി കൺസീവ് ആയെന്നോ എന്ന് വെച്ചാല് പ്രഗ്നന്റ് ആയെന്നല്ലേ? അതെ എന്റെ പൊന്ന് ശ്രീകാന്തെ, പ്രഗ്നന്റ് ആയായിരുന്നു. ഒന്ന് പ്രഗ്നന്റ് ആയതാ, ഇനിയിപ്പം രണ്ടാമത്തെ കൺസീവ് ആകുന്നില്ല, അതുകൊണ്ടാണ് ചെക്കപ്പിന് പോയതത്രേ. അല്ല, ഇത് നിന്നോട് ആരാ, രേവതിയടുത്ത് തന്നെയാണോ പറഞ്ഞത്? അതേന്നേ. എങ്കിൽ പിന്നെ വിശ്വസിക്കാം, രേവതിയടുത്തിയല്ലേ പറഞ്ഞത്. അപ്പൊ ശ്രീകാന്തിന് എന്താ, എന്നെ വിശ്വാസമില്ലേ? അതല്ല, ഏടത്തി അങ്ങനെ നുണയൊന്നും പറയാറില്ലല്ലോ, അപ്പൊ എന്താ ഞാൻ നുണ പറയൂ? ഓ എന്റെ പൊന്നു വർഷേ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും എന്റെ പൊന്ന് ശ്രീകാന്തെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും കല്യാണത്തിന് മുമ്പായിരിക്കുവോ? കല്യാണത്തിന് മുമ്പ് അങ്ങനെ കൺസീവ് ആകുവോ? കല്യാണത്തിന് മുമ്പ് ഇനി വല്ല കാമുകന്മാരും ഉണ്ടായിരുന്നെങ്കിൽ കൺസീവ് ആകൂല്ലോ. അയ്യോ, അങ്ങനെയൊക്കെ ശ്രുതിയടുത്ത് ചെയ്യുവോ? ആർക്കറിയാം അങ്ങനെയൊക്കെ ചെയ്യുമോന്ന്. അല്ലെങ്കിൽ പിന്നെ വെറുതെ കൺസീവ് ആയി എന്നൊക്കെ പറയത്തില്ല. ഇത് ചെക്കപ്പിലൂടെ കണ്ടുപിടിച്ചതൊക്കെ തന്നെയാണ്. മാത്രമല്ല ഡോക്ടറിന്റെ അടുത്ത് രണ്ടാമത് കൺസീവ് ആകുന്നില്ല എന്ന് പറഞ്ഞാണ് ചെന്നത്. രണ്ടാമത് കൺസീവ് ആകുന്നില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, ആദ്യം കൺസീവ് ആയെന്നല്ലേ. ഇത് ആകെപ്പാടത് കൺഫ്യൂഷനിലാണല്ലോ പക്ഷേ. ആകെപ്പാട് കൺഫ്യൂഷനിൽ തന്നെയാ. അല്ല, ഇതിപ്പോ എന്താ ചെയ്യുക? ഇത് അറിയാൻ എന്താ ഒരു മാർഗം ശ്രീകാന്തെ? നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം. ഏതായാലും ഇത് വേറെ ആരോടും പറയണ്ട ശ്രീകാന്ത്. ഞാൻ പറയുന്നില്ല, ആരോടും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും വർഷയും വല്ലാത്ത കൗതുകം, അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിനും വല്ലാത്ത കൗതുകം. അറിയാലോ, ഒരു കുടത്തിന്റെ വാ മൂടി കെട്ടാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യന്റെ വാ മൂടി കെട്ടാൻ പറ്റത്തില്ല എന്ന് കണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് നമ്മുടെ ശ്രീകാന്ത് ചെയ്യുന്നത്. അങ്ങനെ ശ്രീകാന്ത് എന്ത് ചെയ്യുന്നു? ശ്രീകാന്ത് പതുക്കെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് ചെയ്യുന്നു. അങ്ങനെ സച്ചിയുടെ അടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? സച്ചിയോട് ഈ കാര്യം അങ്ങ് പറയാണ്. അങ്ങനെ സച്ചിയോട് പറയുന്നു, സച്ചേട്ടാ, ഞാനൊരു വിവരം അറിഞ്ഞു, സത്യമാണോ എന്ന് എങ്ങനെയെങ്കിലും അറിയണം. സച്ചേട്ടനാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അത് ഞാൻ സച്ചേട്ടനോട് പറയാൻ പോവാ. നമ്മുടെ ശ്രുതിയേട്ടന്റെ ഭാര്യ ശ്രുതിയടുത്തിയില്ലേ, ശ്രുതിയടുത്തി ആദ്യം ഒന്ന് പ്രഗ്നന്റ് ആയിരുന്നെന്ന്. ആദ്യം പ്രഗ്നന്റ് ആയിരുന്നെന്നോ? നീ എന്താ ഈ പറയുന്നത്? ആദ്യം പ്രഗ്നന്റ് ആയിരുന്നെന്നാ പറഞ്ഞത്. അല്ല, ശാസ്ത്രമൊക്കെ ഇത്രയും അങ്ങോട്ട് പുരോഗമിച്ചോ? അങ്ങനെ ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറയാനായിട്ട്? അതും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായതേ ഉള്ളൂ. പിന്നെ ഗർഭിണിയായിരുന്നു. അപ്പൊ ആ കൊച്ചെവിടെ പോയി? ഇതെന്താടാ, നീ എന്തായി പറയുന്നത്? എന്റെ പൊന്നു സച്ചേട്ടാ, ഗർഭിണി ആയിരുന്നു. ആ കൊച്ചു പ്രസവിച്ചോ, ആ കൊച്ചുണ്ടായോ എന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മുടെ ശ്രുതിയെടുത്ത് ഇപ്പൊ രണ്ടാമത് കൺസീവ് ആകാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം ഒന്ന് ഗർഭിണി ആയല്ലോ. അപ്പം ആദ്യം ഒന്ന് ഗർഭിണി ആയല്ലേ. ഇതാരോടാ ഞാൻ വന്നിത് പറയുന്നത്? എൻ്റെ പൊന്നു പൊട്ട, എൻ്റെ പൊന്നു സച്ചേട്ട പറയുന്നൊന്ന് കേക്ക്. അതെ, ശ്രുതിയെ എടുത്ത് മിക്കവാറും വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വിവാഹശേഷമോ? അല്ല, വിവാഹശേഷം ആകാൻ വഴിയില്ല.
അല്ല, വിവാഹ ശേഷമാണെങ്കിൽ ഇത്ര നാളുകള് ഒക്കെ ഇടവിട്ട് അത് നമ്മളൊക്കെ അറിയാതെയൊക്കെ ഇരിക്കുവോ? അതും ശ്രുതിയേട്ടൻ അറിയാതിരിക്കുവോ? പ്രത്യേകിച്ച് നമ്മുടെ അമ്മ അറിയാതിരിക്കുവോ? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ശ്രുതി വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയെന്നാണോ? അപ്പം ശ്രുതിക്ക് വേറൊരു വിവാഹം കഴിച്ചിരുന്നോ? അതൊന്നും എനിക്ക് അറിയത്തില്ല സച്ചേട്ടാ. അതാ സച്ചേട്ടനോട് പറഞ്ഞത്, നമുക്കൊന്ന് അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് മാത്രമേ ഇത് മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ. നമുക്ക് ഇപ്പൊ തെളിവൊന്നും ഇല്ലാതെ ചെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തിനും തെളിവ് വേണമല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം, സച്ചേട്ടൻ ഒന്ന് വിശകലനം ചെയ്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞപ്പം, അല്ല ഇത് നിന്നോട് ആരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞ ആരെങ്കിലും ആയിക്കോട്ടെ, അല്ല സച്ചിയേട്ടൻ ഇത് സത്യമാണോ ഇല്ലോ എന്നൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചിയുടെ മനസ്സിൽ ഇത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് സമാധാനമുണ്ടോ? അയ്യോ, സച്ചിക്ക് പിന്നെ സമാധാനമില്ല. സച്ചിയാണെങ്കിൽ ഓടിപ്പാഞ്ഞ് പതറി ഇങ്ങനെ നടക്കുകയാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ സച്ചി ഇങ്ങനെ അന്വേഷിച്ചൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനെ കണ്ടത്. അപ്പൊ രവീന്ദ്രൻ സച്ചിയുടെ ഈ വിപ്രാളവും പരവേശവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് രവീന്ദ്രൻ എന്തോ ചെറിയൊരു സംശയം. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി സച്ചി, എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ പരവേശപ്പെട്ട് ഓടി നടക്കുന്നത്? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അച്ഛാ, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറയടാ. അത് ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛാ. അല്ല, ഈ ശ്രുതിയെടുത്ത് കല്യാണം ആലോചിച്ചത് നമ്മുടെ അമ്മയല്ലേ? ആ അതെ, ശ്രുതിയുടെ കല്യാണം ആലോചിച്ചത് നമ്മുടെ അമ്മയാണ്. ശ്രുതിനെ കൊണ്ടുവന്നത് നിങ്ങളുടെ അമ്മയാണ്. ആ എങ്കിലേ ഒരു ചെറിയൊരു സംശയം. ആരും ഇപ്പൊ അറിയൊന്നും വേണ്ട കേട്ടോ. ആരോട് ഞാൻ പറയുന്നില്ല. എന്താ സംശയം എന്ന് വെച്ചാൽ നീ അത് പറ. അതെ, നമ്മുടെ ശ്രുതിയടത്തിയില്ലേ, നേരത്തെ പ്രഗ്നന്റ് ആയിരുന്നത്രേ. പ്രഗ്നന്റ് ആയിരുന്നെന്നോ? ആ അതേന്നേ, വിവാഹത്തിന് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നെന്ന്. വിവാഹത്തിന് മുമ്പ് ശ്രുതി പ്രഗ്നന്റ് ആയിരുന്നെന്ന്. നിനക്ക് എവിടെ നിന്നാ ഈ ഇൻഫർമേഷൻ കിട്ടിയത്? ഇതൊക്കെ വെറുതെ ചുമ്മാ കുടുംബത്തില് പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും പറഞ്ഞതായിരിക്കും. ഇതങ്ങനെ ആരും ഒന്നും പറഞ്ഞതല്ല, ഇത് സത്യമാ. അതെ, ഇപ്പം ശ്രുതിയടത്തി ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടല്ലോ. ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാ ഇപ്പൊ ശ്രുതിയടത്തി പോകുന്നത് രണ്ടാമത് കൺസീവ് ആകാൻ വേണ്ടിയാ. രണ്ടാമത് കൺസീവ് ആകാൻ താമസമാണ്, അതായത് രണ്ടാമത് പ്രഗ്നന്റ് ആകാൻ താമസമാണെന്ന്. അപ്പൊ ആദ്യം ഒന്ന് പ്രഗ്നന്റ് ആയി കാണുമല്ലോ, അതിനെ പ്രസവിച്ച് കാണുമോ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അച്ഛാ. എന്ത് വൃത്തികേടാണ് നീ പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിന്റെ അമ്മ സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആ അതും ശരിയാ. അല്ല, ഇനിയിപ്പോ അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ? എനിക്കൊരു സംശയം. സുധിയുടെ എല്ലാ ചെറ്റത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ആളാണല്ലോ നമ്മുടെ ചന്ദ്രമതി. അപ്പൊ പിന്നെ അമ്മ അറിഞ്ഞു കാണുമോ ഇത്? എനിക്കൊരു ഡൗട്ടുണ്ട്. മിക്കവാറും ശ്രുതി പറഞ്ഞിട്ടും അമ്മ ഇത് മറച്ചു വെക്കുന്നതാണെങ്കിലോ? അങ്ങനെയാകാൻ യാതൊരു വഴിയില്ല. അതിനൊരു വഴിയില്ല. ഏതായാലും വഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അച്ഛന് നോക്കിയിരുന്നു. ഞാൻ ഏതായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ചിലപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ എന്നെ ഇത്ര സിമ്പിൾ അല്ലേ? ഞാനിത് പോയി ചന്ദ്രയോട് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അമ്മയോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ചോദിക്കണം, ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേരെ രവീന്ദ്രൻ പോയി ചന്ദ്രയോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ചന്ദ്രേ, എങ്കിലും നീ ഇത് ചെയ്യണ്ടായിരുന്നു ചന്ദ്രേ. നിനക്കും കൂടെ അറിയാമായിരുന്നോടി ശ്രുതിയുടെ കാര്യം. എന്ത് കാര്യം? ഏത് കാര്യം? എന്താ രവിയേട്ടാ ഈ പറയുന്നത്? അല്ല, ഈ ശ്രുതി ആദ്യം ഒന്ന് പ്രഗ്നന്റ് ആയ കാര്യം നിനക്ക് അറിയായിരുന്നോന്ന്? ശ്രുതി പ്രഗ്നന്റ് ആയിരുന്നോ? എവിടെ പ്രഗ്നന്റ്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പൊ നിനക്ക് അറിയത്തില്ലായിരുന്നു? എന്തുവാ രവിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എന്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയത് ഞാനല്ലേ അറിയേണ്ടത്? അതും വേറെ ആരെങ്കിലും ആണോ അറിയേണ്ടത്? അവളുടെ ആദ്യത്തെ കല്യാണോ? പിന്നെ എങ്ങനെയാ അവള് പ്രഗ്നന്റ് ആവുന്നത്? എങ്കിലേ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, കുറച്ചേറെ സംശയങ്ങളൊക്കെ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നീ അറിഞ്ഞിട്ടില്ല, ശ്രുതി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് എവിടെന്നോ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ചെറിയ സംശയം ഉണ്ടെന്ന്. ഓഹോ അങ്ങനെയോ? എങ്കിൽ പിന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. എടി ശ്രുതി, 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 എടി ശ്രുതി, ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ലേ. ചന്ദ്രയ്ക്ക് എന്തേലും കേൾക്കാൻ നിൽക്കുമല്ലേ, കേട്ട പാതി കേൾക്കാത്ത പാതി വാളെടുത്തോണ്ട് ചെല്ലാന്. ശ്രുതി 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 എന്ന് വിളിച്ചപ്പോ ശ്രുതി പെട്ടെന്ന് റൂമിലൊക്കെ ആയിരുന്നു, പതുക്കെ ഇറങ്ങി വന്നിട്ട്, എന്താ ആന്റി? വഞ്ചകി, നീ എന്നെ ചതിക്കായിരുന്നല്ലോടി പിശാശെ, നീ ഇത്രക്ക് വൃത്തികെട്ടവളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ പതുക്കെ വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും ഒക്കെ ഇറങ്ങി വന്നു, രവീന്ദ്രനും ഇറങ്ങി വന്നു. രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്രയെ, നീ ഒന്ന് നിർത്ത്. നീ എന്തിനാ ഈ പോയ കോടാലിയെ പോലെ കിടന്നിങ്ങനെ നീ കിടന്ന് കാണിച്ചോണ്ടിരിക്കുന്ന? എന്റെ പൊന്നു ചന്ദ്രൻ, നീ നിർത്ത്. നിർത്താനോ? ഞാൻ അങ്ങനെ നിർത്തത്തൊന്നുമില്ല. എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. എനിക്ക് സത്യം അറിയണം. എന്താണ് സത്യം എന്നറിയാതെ ഈ ചന്ദ്രമതി അടങ്ങത്തില്ല. ഞാൻ ചോദിക്കുന്നതിന് നീ തക്കതായ മറുപടി തന്നോണം. സത്യം മാത്രം പറഞ്ഞോണം. അതിന് ഞാൻ കള്ളമൊന്നും പറയാറില്ലല്ലോ അമ്മേ. കള്ളം പറയാത്തൊരു ശീലാവധി വന്നിരിക്കുന്നു. നീ ഉണ്ടല്ലോ, ഉരുണ്ട് കളിക്കുമ്പോഴൊക്കെ ഞാനും വിചാരിച്ചിട്ടുള്ളതാ നിന്റെ കയ്യിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരിക്കുമെന്ന്. നീ എന്റെ സുതിമോനെ പറ്റിച്ചല്ലേടി, നീ എന്നെ പറ്റിച്ചല്ലേടി, എന്നിട്ടല്ലേടി നീ കുടുംബത്തിലേക്ക് കയറി വന്നത്.
ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ ജീവൻ പോയി. ശ്രുതി മനസ്സിൽ വിചാരിക്കാൻ, ഈശ്വര എല്ലാം കണ്ടുപിടിച്ചിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്, എല്ലാം കണ്ടുപിടിച്ച് കാണുമെന്ന്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പറയടി, സത്യം പറയടി, നീ 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 ആദ്യം ഒന്ന് വിവാഹം കഴിച്ചാണോ? നിനക്ക് ഒരു കുഞ്ഞുണ്ടോ? ഇത് കേട്ടത് നമ്മുടെ ശ്രുതി വീണ്ടും ഞെട്ടിപ്പോയി. രേവതി അതിലും വലിയ ഞെട്ട്. അപ്പൊ രേവതിക്ക് മനസ്സിലായി ഇത് കറങ്ങി തിരിഞ്ഞ് ചന്ദ്രയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടെന്ന്. രേവതി വർഷേനെ ഒന്ന് നോക്കി, വർഷ ശ്രീകാന്തിനെ ഒന്ന് നോക്കി, ശ്രീകാന്ത് സച്ചിനെ ഒന്ന് നോക്കി, സച്ചി രവീന്ദ്രനെ ഒന്ന് നോക്കി. ഏതായാലും ഈ ഒരു കറക്കമാണല്ലോ കിടന്ന് കറങ്ങിയത്. അങ്ങനെ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോയിട്ട് ശ്രുതി പറഞ്ഞു, എന്താ ആന്റി പറയുന്നത്? എന്തൊക്കെ വൃത്തികേടാ ആന്റി വിളിച്ച് പറയുന്നത്? വൃത്തികേടോ? നിന്നോടാ ചോദിച്ചത്. നീ ഇതിനു മുമ്പ് കൺസീവ് ആയിട്ടുണ്ടോന്ന് എനിക്കത് അറിയണം. അത് പിന്നെ ആന്റി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങിയില്ലേ. ശ്രുതി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഭയങ്കര കരച്ചില്. ശ്രുതിയാണെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കും, ഒന്നും അറിയാതെ. അങ്ങനെ നമ്മുടെ ചന്ദ്ര, എടി സത്യം പറയടി, നീ ഇതിനു മുമ്പ് കൺസീവ് ആയിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ ആന്റി നീ കൺസീവ് ആയിട്ടുണ്ടോടി, പറയടി, നീ അപ്പൊ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലേ? അയ്യേ ആന്റി അങ്ങനെയൊന്നും പറയരുതേ, ഞാൻ ഇതിനു മുമ്പ് കൺസീവ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് സുധിയുടെ കുഞ്ഞ് തന്നെയായിരുന്നു. സുധിയുടെ കുഞ്ഞോ? അതെ ആന്റി, സുധിയുടെ കുഞ്ഞ് തന്നെയായിരുന്നു. അത് ഞാൻ ഇവിടെ പറയാതിരുന്നതാ. അറിയാലോ ആന്റി, ഞാൻ കൺസീവ് ആയ കാര്യം ഇവിടെ പറയണം എന്നൊക്കെ ഓർത്തിരുന്നതാ. എല്ലാവർക്കും സർപ്രൈസ് തരാനിരുന്നതാ. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ജയിലിൽ പോയെന്ന കാര്യം അവിടെ നിന്ന് ചെറിയച്ഛൻ വിളിച്ചു പറഞ്ഞത്. അറിയാലോ, അപ്പോഴുണ്ടായിരുന്ന എൻ്റെ മാനസികാവസ്ഥ. ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പോലും അറിയാതെ ഒരുപാട് കരഞ്ഞു, ഒരുപാട് കിടന്ന്, അത് കമന്ന് കിടന്നും മലന്ന് കിടന്നൊക്കെ ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണീരില്ലാതായി. അതുപോലെ ഒരു ഇമോഷണൽ അവസ്ഥയിലായിരുന്നു ഞാൻ. ആ ഒരു സമയത്തായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയത്. അപ്പോഴേ എൻ്റെ കുഞ്ഞ് അബോർഷനായിപ്പോയി. ഇത് ഞാൻ എങ്ങനെ ആന്റിയോട് പറയും, സുധിയോട് പറയും, ആരോടും എങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? ഞാനായിട്ട് എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചെന്നോ, ഞാനായിട്ട് വിഷമം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ കൊന്നെന്നോ? ഇത് കേട്ടതും സുധിയുടെ ഒക്കെ കണ്ണു തള്ളി വരുവാ. രേവതിയും വർഷയും ശ്രീകാന്തും സച്ചും ഒക്കെ കണ്ണു തള്ളി നിൽക്കുകയാണ്. അതാ പറഞ്ഞ കക്കാൻ പഠിച്ചവൾ നിൽക്കാൻ പഠിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു രീതിയാണ് ശ്രുതി. കള്ളം ഒരിക്കലും ജയിക്കില്ല. ഇത് എവിടെയെങ്കിലും ചെന്ന് ഈ കള്ളം നിൽക്കും, അത് ഉറപ്പായ കാര്യമാണ്. ഏതായാലും ശ്രുതിക്ക് ഇപ്പൊ ഒന്ന് തട്ടിയും മുട്ടിയും പോകാൻ പറ്റി കാണും. ഏതായാലും ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് അങ്ങ് വിഷമമായില്ല. ചന്ദ്ര, അയ്യോ മോളെ, അപ്പൊ നീ കൺസീവ് ആയായിരുന്നോ? എൻ്റെ സുധിയുടെ കുഞ്ഞ് നിന്റെ വയറ്റിൽ ജനിച്ചായിരുന്നോ? ആ, ജനിച്ചായിരുന്നു ആന്റി. പക്ഷെ അതിന് ഭാഗ്യമില്ലാതായിപ്പോയി. ഈ കുടുംബത്തിൽ വരാന്, ആരുടെയും സ്നേഹം കിട്ടാന് ഒന്നും അതിന് ഭാഗ്യമില്ലാതായിപ്പോയി. ഞാൻ കാരണം തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ അത്രയ്ക്ക് സങ്കടപ്പെട്ടു. എങ്കിലും എൻ്റെ പൊന്നു ശ്രുതിമോളെ, നിനക്ക് എന്നോടൊരു വാക്ക് പറയത്തില്ലായിരുന്നു, നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കത്തില്ലായിരുന്നു. എങ്കിലും എൻ്റെ ഈ വീട്ടിലെ ആദ്യത്തെ ആ കുഞ്ഞാണല്ലോ നഷ്ടമായത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്രയും. ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ഇതിന്റെ ഉറവിടം എവിടെയാണെന്നാണ് ഇനിയിപ്പോ നമ്മുടെ ചന്ദ്ര അന്വേഷിക്കുന്നത്. ആരാണ് ഈ കള്ളക്കഥ ചമച്ചുണ്ടാക്കിയത്? ആരാണിപ്പോ ഇത് അന്വേഷിച്ച് പിറക്കി പുറത്തു കൊണ്ടുവന്നത്? ഏതായാലും രേവതിയുടെ തലയിൽ തന്നെ ചെന്നിത് അവസാനിക്കും. കാരണം ആദ്യം നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, എനിക്കിത് പറഞ്ഞു തന്നത് സച്ചിയാണെന്ന്. സച്ചി പറയും, എന്നോട് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ശ്രീകാന്താണെന്ന്. ശ്രീകാന്ത് പറയും, എന്നോട് ഇത് പറഞ്ഞു തന്നത് വർഷയാണെന്ന്. വർഷ പറയും രേവതിയാണെന്ന്. തീർന്നില്ലേ നമ്മുടെ രേവതിയിൽ ഇനി ഉറക്കവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ പ്രേമവിശേഷമാണ് ഞാനിപ്പോ പറഞ്ഞത്. നാളത്തെ കഥയാട്ടോ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. അപ്പം രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നത്തെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും രാവിലെ ഫുൾ വിശേഷവും ഉച്ചയ്ക്ക് പ്രേമവിശേഷവും ആട്ടോ ഞാൻ പറയാറുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റിയൽ സ്റ്റോറിക്കകത്ത് നമ്മൾ അലീനയുടെ കഥ ഇന്നത്തെ കഥ ഇട്ടിട്ടുണ്ട്. വൈകിട്ട് ഒരു 8 മണിയോടുകൂടി അലീനയുടെ നാളത്തെ കഥ ഇടും. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ അലീനയുടെ അപ്കമിങ് വിശേഷങ്ങൾ വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാമേ.